ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം സംസ്ഥാനത്തെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ ഈ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ഗിമ്മിക്കുകളാണ് എന്ന നിലയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് B. അശോക. അദ്ദേഹത്തെ സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. സർക്കാരിനെ വെല്ലുവിളിച്ചും ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ചും ഇപ്പോൾ B. അശോക് രംഗത്ത് വരികയാണ്. സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനും നേരെയുള്ള അതിരൂക്ഷമായ വിമർശനം. നടപടി സർക്കാർ ഉദ്യോഗസ്ഥർ അടിമപ്പണി ചെയ്യണം അല്ലെങ്കിൽ വേലക്കാരാണ് എന്ന മട്ടിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞത് തുടർ ഭരണത്തിലേക്ക് കടന്നാൽ തുടർ ഭരണത്തിൽ എത്തിയില്ല. അതിന് കാലാവധി തീരുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കില്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. ഒന്നാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെന്റിന്റെ വിജയത്തിന്റെയും തുടർ ഭരണത്തിന്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെന്റ് ആയിട്ട് പല മിനിസ്റ്റേഴ്സും സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. 2018 റിട്ടയർ ചെയ്ത ശ്രീ KM എബ്രഹാമിനെ ഇല്ലാത്ത ഒരു പൊസിഷൻ സൃഷ്ടിച്ച് അങ്ങനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പൊസിഷൻ IAS കേഡറിലില്ല, സംസ്ഥാന സർവീസിലും ഇല്ല. അവിടെ കൊണ്ടുവന്ന് അധിക ചുമതലയിൽ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ കിഫ്ബിയിലെ ചുമതലയും അവിടെ ഒരു കോക്കസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസുമായിട്ട് ടോട്ടലി ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട് മാറി. അപ്പം ആ നിയമനങ്ങളിലും മറ്റും അത് മാത്രമല്ല, ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ സീനിയോറിറ്റി കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 3 ആയപ്പോൾ മന്ത്രി പദവിയും കൊടുത്തു. അപ്പോൾ ഒരു അഡീഷണൽ ലെയർ ബ്യൂറോക്രസിയിൽ വന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ തന്നെ തന്റെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും സിവിൽ സർവീസുമായിട്ടുള്ള ഏകോപനം അവിടെ വെച്ച് കാര്യമായി താളം തെറ്റി. ആ താളം തെറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിറ്റിഗേഷൻസ് ആരംഭിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെന്റിന്റെ വിജയത്തിന്റെയും തുടർ ഭരണത്തിന്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെന്റ് ആയിട്ട് പല മിനിസ്റ്റേഴ്സും സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ രണ്ടാം സർക്കാരിൽ ഐ ആം സോറി ടു സേ ഏതാണ്ട് 22-23 ആയപ്പോഴേക്കും ഈ താളം തെറ്റാൻ തുടങ്ങി. VV അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. കാലങ്ങളായി അദ്ദേഹം സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ സസ്പെൻഷന് ശേഷവും അത്തരം വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. അതിരൂക്ഷമായ വിമർശനമാണ്. KM എബ്രഹാമിൻ്റെ പദവി അടക്കം അദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ്. സർക്കാരിനെതിരെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിമർശനങ്ങൾ നടത്തുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ച് സർക്കാരിൽ വന്നുപോകുന്ന ആളുകളാണ് ഭരണകർത്താക്കൾ, രാഷ്ട്രീയക്കാർ. സർക്കാരിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല. പകരം അഴിമതി തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണ്. 2024 മുതലാണ് ഈ IAS ഉദ്യോഗസ്ഥരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലുള്ള അകൽച്ച ഉണ്ടാകുന്നത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് വളരെ കൃത്യമായ കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അന്ന് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഉണ്ടായിരുന്നു. അതിനുശേഷം വിരമിച്ച ഉദ്യോഗസ്ഥനായ KM എബ്രഹാം, വളരെ സീനിയർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിൽ സർക്കാരിലോ അല്ലെങ്കിൽ IAS മാനുവൽ പ്രകാരമോ ഇല്ലാത്ത ഒരു പദവിയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടുവയ്ക്കുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ മുതിർന്ന IAS കേഡറിൽ വളരെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. അത്തരമൊരാൾ വരുമ്പോൾ സ്വാഭാവികമായും ചീഫ് സെക്രട്ടറിക്ക് പോലും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം പല തീരുമാനങ്ങൾ എടുക്കുന്നു. അതിനെതിരെയാണ് തന്റെ നേതൃത്വം IAS അസോസിയേഷൻ നിയമ നടപടികൾ സ്വീകരിച്ചത്. 5 തവണ മുഖ്യമന്ത്രി പിണറായി വിജയനെ, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ AG അടക്കമുള്ളവരെ കോടതി കയറ്റി. അതിലെല്ലാ കേസുകളിലും മുഖ്യമന്ത്രിക്കെതിരായിരുന്നു ട്രിബ്യൂണൽ വിധി. അതിന്റെ പ്രതികാരം തീർക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് അശോക് ആരോപിക്കുന്നത്. പോകുന്ന പോക്കിൽ ശത്രു
ശത്രുക്കളെന്ന് തോന്നുന്നവരെല്ലാം ഓരോ റൗണ്ട് വെടിവെച്ച് പോകുന്ന ഒരു സമീപനമാണിത്. അടുത്ത സർക്കാർ വരുന്ന ആദ്യ ദിവസം ഈ സസ്പെൻഷൻ ഉത്തരവിൻ റദ്ദ് ചെയ്യപ്പെടും, അത് ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും. താൻ ചട്ടവിരുദ്ധമായോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ല. കെ എബ്രഹാമിന് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. മന്ത്രിസഭയിലെ രണ്ടാമനായി അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി സർക്കാർ നൽകിയിരുന്നു. അദ്ദേഹം വന്നതോടുകൂടി ഒരു മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, മന്ത്രിമാർക്ക് പോലും പല കാര്യങ്ങളിലും നിർദ്ദേശം നൽകുന്നു, ഇല്ലാത്ത അധികാരം കാഴ്ചവെക്കുന്നു. എല്ലാ കാലങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഭരിക്കുന്നവരോടോ ഒക്കെ ഒരു ആഭിമുഖ്യമുണ്ടാകാം. പക്ഷേ ഇത്തവണ അതല്ല. കഴിഞ്ഞ 6 മാസമായി IAS ഒരു കോക്കസ് രൂപീകരിച്ച് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു. 130 കോടി കിഫ്ബിയുടെ പണം ഇതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. 130 കോടി രൂപയ്ക്കാണ് മുംബൈയിലെ ഒരു പരസ്യ ഏജൻസി PR ഏജൻസി കൊണ്ടുവന്ന് തുടർഭരണം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പെയ്ഡ് ഇന്റർവ്യൂകളിലൂടെ കെ എബ്രഹാം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു, സംസ്ഥാന സർക്കാരിനെ വാഴ്ത്തിപ്പാടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞെങ്കിൽ പോലും തന്റെ വാഴ്ത്തുപാട്ടുകാരെ ആണ് അല്ലെങ്കിൽ ദാസിവേലക്കാരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നൊരു ധാരണയുള്ള ചില ആളുകൾ ഉണ്ട്. അവർക്ക് വാഴ്ത്തുപാട്ട് മാത്രം മതി, എതിർക്കുന്നവരെ ഇത്തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം മുഖ്യമന്ത്രിക്കും വലിയ വെല്ലുവിളി മുഖ്യമന്ത്രിക്കെതിരെ അടക്കം നടത്തിക്കൊണ്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടി രംഗത്ത് വരികയാണ്. നേരത്തെ N പ്രശാന്ത് ആ രീതിയിൽ രംഗത്ത് വന്നു. ഇതൊരു പുതിയ വഴിയാണോ, IAS ഉദ്യോഗസ്ഥർ പുതിയ വഴിവെട്ടുകാർ ചോദിച്ചു, അങ്ങനെ വേണമെങ്കിൽ വഴിവെട്ടെന്ന് വേണമെങ്കിൽ കരുതാം. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ സർക്കാരിന്റെ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോയ IAS അസോസിയേഷൻ ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് നേതൃത്വത്തിൽ സർക്കാരിനെതിരെ പരസ്യ വെല്ലുവിളിയുമായി യുദ്ധപ്രഖ്യാപനം ഒരുപക്ഷെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ നടത്തുമ്പോഴുള്ള അഴിമതി ആരോപണങ്ങൾ അടക്കം ഇനിയും പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പരസ്യ നിലപാടെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടി രംഗത്ത് വരികയാണ്. ശരി, IAS ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി പുകയുന്നു എന്നതുകൂടിയാണ്. സാധാരണ നിലയിൽ ഈ അതൃപ്തിയൊന്നും ഇവർ പരസ്യമാക്കാറില്ല. ചിലരൊക്കെ ലീവ് എടുത്ത് പോവുകയോ മാറി നിൽക്കുകയാണോ ചെയ്യാറുള്ളത്. എങ്കിൽ ഇപ്പോഴിതാ സർക്കാരിനെതിരെ കൃത്യമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് IAS ഉദ്യോഗസ്ഥർ രംഗത്ത് വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.